ഭർത്താവിന്റെ അച്ഛനായ കരുണാകരക്കുറുപ്പ് നിരന്തരമായി സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ചീത്ത പറയുകയും ചിലപ്പോഴൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ടെന്നും കോടീശ്വരനായി ജീവിക്കേണ്ട തന്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി ഇപ്പോൾ തട്ടുകട നടത്തി നിത്യവൃത്തി നടത്തേണ്ട ഗതികേടിലാണെന്നും തനിക്ക് നീതി കിട്ടണമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. കൊള്ളാം. എടോ, 5 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള സമ്പത്തുണ്ട് എനിക്ക്. പോരാത്തതിന് 10-15 കൊല്ലം MLA ആയിരുന്ന ആളായി ഞാൻ. ഇന്നുവരെ 1 രൂപയുടെ അഴിമതി ഞാനായിട്ടൊട്ട് നടത്തിയിട്ടുമില്ല. അങ്ങനെയുള്ള എനിക്ക് ഈ എച്ചിൽ കാശ് സ്ത്രീധനം ചോദിച്ച് ബഹളമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. സാറേ, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ ഈ കേസ് FIR ഇട്ട് കോടതിയിൽ ചെന്നാൽ സാറ് കൊടുക്കും. സാറിനെ ഞാൻ നിയമങ്ങളൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. മുള്ളുകൊണ്ടെടുക്കാനുള്ളതിനെ മുള്ളുകൊണ്ടെടുത്തില്ലെങ്കിൽ അവസാനം തൂമ്പ വെച്ചെടുക്കേണ്ടി വരും. ഇത് കുടുംബക്കാർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളല്ലേ. കോടതിയിലും കേസിനും ഒന്നും പോകാതെ അതങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ സാറേ ബുദ്ധി. ഒന്നാമത് ഇലക്ഷൻ അടുത്തു വരിക. അഡ്രസ് ഉള്ളവനാ നാണക്കേട് കൂടുതൽ. ഏതായാലും സാർ ആലോചിച്ച് തീരുമാനിക്കേ. ഞാനിനി ഈ സ്റ്റേഷനിൽ 2 ദിവസം കൂടി ഉണ്ടാവും. ട്രാൻസ്ഫറാ നെയ്യാറ്റിൻകരയിലേക്ക്. തൽക്കാലം ഞാൻ ഈ പെറ്റീഷൻ മാറ്റിവെക്കാം. അതിനകത്ത് സാർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. കോൺസ്റ്റബിളിനെ പുറത്തു നിർത്തി ഞാൻ വന്നത് തൽക്കാലം മറ്റാരും ഇതറിയണ്ടെന്ന് കരുതിയാ. താങ്ക്സ്. ഞാനവളെ ഒന്ന് സ്നേഹിച്ചു വരികയായിരുന്നു. അവൾ കൃത്യസമയത്ത് എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ കളിച്ച കളിയായത്.